അധികമാരും ശ്രദ്ധിക്കുന്നില്ലെങ്കിലും സുപ്രധാനമായ ഒരു ഇലക്ഷൻ ചൊവ്വാഴ്ച നടക്കുന്നുണ്ട്. പല സ്റ്റേറ്റുകളിലും പ്രാദേശിക സ്ഥാനങ്ങളിലേക്കാണ് ഇലക്ഷൻ കൂടുതലായി നടക്കുന്നത്. അതേസമയം തന്നെ ശ്രദ്ധേയമായ മത്സരങ്ങൾ നടക്കുന്നുണ്ട്. ഏറ്റവും ശ്രദ്ധേയം ന്യൂയോർക്ക് സിറ്റിയിലും മേയർ സ്ഥാനാർത്ഥി സൊഹ്റാൻ മാംദാനി. അദ്ദേഹം വിജയിക്കുമോ പരാജയപ്പെടുമോ എന്നുള്ളതാണ്. വിജയിക്കുമെന്ന് തന്നെയാണ് നമ്മൾ ഇപ്പോഴും കരുതുന്നത്. പക്ഷേ ഈ എതിർ സ്ഥാനാർത്ഥി മുൻ ഗവർണർ ആൻഡ്രൂ കോമോ മുന്നേറി വരുന്നു എന്നാണ് ഇപ്പോഴത്തെ റിപ്പോർട്ടുകൾ പറയുന്നത്. പിന്നെ അദ്ദേഹത്തിന് പിന്തുണ കൂടുന്നു. അതേസമയം തന്നെ ഈ മാംദാനിക്ക് അനുകൂലമായിട്ട് ഇന്നിപ്പം ആൽ ഷാർപ്ടൺ രംഗത്ത് വരികയുണ്ടായി. അദ്ദേഹം പറഞ്ഞത് ഇസ്ലാമോഫോബിയാണ് ഇദ്ദേഹത്തിനെതിരെ ഉള്ള ആരോപണം, അത് ശരിയല്ല. പിന്നെ അദ്ദേഹം ശരിക്കുള്ള ന്യൂയോർക്കുകാരനാണ്, ശരിക്കുള്ള സ്ഥാനാർത്ഥി, അദ്ദേഹത്തെ വിജയിപ്പിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഈ ആൻഡ്രൂ കോമോയ്ക്ക് അനുകൂലമായിട്ട് ഈ മുൻ മേയർ മൈക്ക് ബ്ലൂംബെർഗ്, അദ്ദേഹം വലിയ കോടീശ്വരനാണെന്ന് നമുക്കറിയാം. അദ്ദേഹം 5 മില്യനാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പിന്നെ PAC. അപ്പം ഇഷ്ടംപോലെ ഈ പണക്കാർ മുഴുവൻ വാരിക്കോരി ആൻഡ്രൂ കോമോയ്ക്ക് കൊടുക്കുന്നുണ്ട്. സൊഹ്റാൻ മാംദാനിയെ തോൽപ്പിക്കുക എന്നുള്ളതാണ് അവരുടെ ഏക അജണ്ട. ഈ പണം കൊടുത്തത് കൊണ്ട് വോട്ട് മറിയോ എന്ന് അറിഞ്ഞുകൂടെ. ഈ ഉള്ള പരസ്യമൊക്കെ TV-യിലും അവിടെ ഇവിടെയൊക്കെ പരസ്യം വന്നതുകൊണ്ട് വോട്ടുകൾ അത് വോട്ടായി മാറും എന്ന് കരുതാനായിട്ടാവില്ല. കാരണം സൊഹ്റാൻ മാംദാനിയുടെ പ്രചാരണം മുഴുവൻ ഗ്രാസ് റൂട്ട് ലെവലിലാണ് പിന്നെ പ്രചാരണം മുഴുവൻ പോകുന്നത്. സാധാരണ ആളുകൾ പ്രചാരണത്തിന് പോകുന്ന സ്ഥിതിയാണ് നമ്മൾ കാണുന്നത്. എന്തായാലും ചൊവ്വാഴ്ച വരെ നമുക്ക് കാത്തിരിക്കാം. ചൊവ്വാഴ്ച വൈകിട്ടാകുമ്പോഴത്തേക്ക് അറിയാം. അതുപോലെ തന്നെ സുപ്രധാനമാണ് വെർജീനിയയിൽ ലഫ്റ്റനൻറ്റ് ഗവർണറായിട്ട് മത്സരിക്കുന്ന ഗസല ലക്ഷ്മി. ഈ സൊഹ്റാൻ മാംദാനിയെ ഹിന്ദു സംഘടനകൾ എതിർക്കുമ്പോൾ ഗസല ലക്ഷ്മിയെ, അവരും മുസ്ലിമാണ്, പക്ഷേ അവരെ ഹിന്ദു സംഘടനകളും അനുകൂലിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവരോട് വിരോധമൊന്നുമില്ല. അവരെ ജയിച്ചു വരുമെന്നാണ് നമ്മൾ പൊതുവിൽ പിന്നെ കരുതുന്നത്. ഈ രണ്ടുപേരും പിന്നെ ജയിച്ചു വരാനുള്ള സാധ്യതയാണ് ഇപ്പോഴും കാണുന്നത്. ഇനി മൂന്നാമത് പ്രധാനപ്പെട്ട ഒരാൾ ഒഹായോയിൽ സിൻസിനാറ്റിയിൽ മേയറായിട്ട് 3-ാം തവണയും നമ്മുടെ അഫ്താബ് പൂരേബാൽ പിന്നെ മത്സരിക്കുന്നുണ്ട്. അദ്ദേഹവും മുസ്ലിമാണ്, പിന്നെ നേപ്പാളിൽ നിന്ന് വന്നതാണെന്ന് തോന്നുന്നു. അദ്ദേഹവും മത്സരിക്കുന്നുണ്ട്, വിജയിക്കും തന്നെയാണ് കരുതുന്നത്. ഇനി മലയാളികൾക്കിടയിലാണെങ്കിൽ നമ്മുടെ റോബിൻ ഇലക്കാട് ടെക്സസിലെ മിസോറി സിറ്റിയിൽ മേയറായിട്ട് വീണ്ടും 3-ാം തവണ ജനവിധി തേടുന്നു. അദ്ദേഹവും നിഷ്പ്രയാസം ജയിക്കുമെന്ന് കരുതുന്നു. ഇനി ഏറ്റവും ശ്രദ്ധേയമായ മത്സരം നടക്കുന്നത് ന്യൂജേഴ്സിയിലാണ്. അവിടെ ഗവർണർ മത്സരമുണ്ട്. പിന്നെ ന്യൂജേഴ്സിയിലും പിന്നെ വെർജീനിയയിലും മാത്രമേ ഉള്ളൂ ഗവർണർ മത്സരം. അതുകൊണ്ടാണ് ആളുകൾക്ക് ഒന്നുകിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരം വേണം, അല്ലെങ്കിൽ ഗവർണറുടെ മത്സരം വേണം. ഇതൊന്നുമില്ലെങ്കിൽ പിന്നെ ആളുകൾക്ക് ഈ ഇലക്ഷനെ പറ്റി അത്ര വലിയൊരു താല്പര്യം ഉണ്ടാവാറില്ല എന്നുള്ളത് വളരെ കാര്യമായിട്ട് കാര്യം. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ആളുകൾ ആരെങ്കിലും നിൽക്കണം. അപ്പം ന്യൂജേഴ്സിയിലെ ഗവർണർ മത്സരത്തിൽ പിന്നെ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി പിന്നെ ജാക്ക് ചിറ്ററെല്ലിയും അതുപോലെ തന്നെ ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി മൈക്കി ഷെറിലും അവർ തമ്മിലുള്ള പോരാട്ടം, അതിൽ ഷെറിലാണ് ഒരു പെർസെൻറ്റിന് മുന്നിൽ നിൽക്കുന്നതാണ് സർവേ ഇപ്പോൾ പറയുന്നത്. എന്ന് പറഞ്ഞാൽ മത്സരം ഒപ്പത്തിനൊപ്പമാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ വോട്ടിന് വലിയ വിലയുണ്ട്. നമ്മുടെ വോട്ടനുസരിച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ അറിയാം. ന്യൂജേഴ്സിയിലാണെങ്കിൽ ഒരുപാട് ഇന്ത്യക്കാരുള്ള സ്ഥലവുമാണ്. അതുകൊണ്ട് വോട്ട് ചെയ്യുന്ന കാര്യം ഒരു കാരണവശാലും വോട്ട് ചെയ്യാതിരിക്കരുത്. നമുക്ക് ഇഷ്ടപ്പെട്ട സ്ഥാനാർത്ഥി ആയാലും ഇഷ്ടപ്പെട്ടതല്ലെങ്കിലും നമ്മുടെ അഭിപ്രായം അവിടെ രേഖപ്പെടുത്തിയിരിക്കുക തന്നെ വേണം. പ്രത്യേകിച്ച് ഇന്നത്തെ സാഹചര്യത്തിൽ ഇന്ത്യക്കാർ മാറി നിൽക്കുന്നത് ഒട്ടും ശരിയല്ല. നമ്മുടെ സാന്നിധ്യം അറിയിക്കുക തന്നെ വേണം. അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ ഈ സമൂഹത്തിൽ അരിഞ്ഞു ചേർന്നിട്ടുള്ളവരാണ്, ഈ രാജ്യത്തിൻ്റെ ഭാഗമാണ് നമ്മൾ. അതുകൊണ്ടാണ് നമ്മൾ ഈ ഇലക്ഷനിലൊക്കെ നമ്മൾ താല്പര്യം കാണിക്കുന്നതെന്ന് അറിയിക്കാനുള്ളൊരു സന്ദർഭമാണ്. അത് ഒരു കാരണവശാലും നമ്മൾ പാഴാക്കരുത്. ഇനി ന്യൂജേഴ്സിയിൽ ഒട്ടേറെ ഇന്ത്യക്കാർ മത്സരിക്കുന്നുണ്ട്. നമുക്കറിയാം ഈ അസംബ്ലിമാൻ സ്റ്റെർലി സ്റ്റാൻലി, അദ്ദേഹം വീണ്ടും ജനവിധി തേടുന്നു, മലയാളിയാണ്. പിന്നെ മറ്റ് പല സ്ഥാനങ്ങളിലേക്കും മേയറായിട്ടും പിന്നെ ജേഴ്സി സിറ്റി മേയറായിട്ടും അങ്ങനെ പല സ്ഥാനങ്ങളിലേക്ക് ഒട്ടേറെ ഇന്ത്യക്കാർ മത്സരിക്കുന്നുണ്ട്. ഓരോ സ്ഥാനത്തും നമ്മൾ അതിൻ്റെ ഒരു ലിസ്റ്റ് ഈ മലയാളിയിൽ നിന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പം തീർച്ചയായിട്ടും നമ്മുടെ ആളുകളുള്ളിടത്ത് നമ്മുടെ ആളുകളെ പോയി പിന്നെ ജയിപ്പിക്കുക എന്നുള്ളത് നമ്മളൊരു ആവശ്യമാണ്. അവർക്ക് വേണ്ടി വോട്ട് ചെയ്യുക എന്നുള്ളത്. നമ്മുടെ ആളുകൾക്ക് നമ്മൾ വോട്ട് ചെയ്തില്ല പിന്നെ ആര് വോട്ട് ചെയ്യും? അവരുടെ പാർട്ടി നോക്കേണ്ടതില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പാർട്ടി നോക്കേണ്ട ഒരു സ്ഥിതി വന്നിട്ടുണ്ട്. പക്ഷേ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നമ്മുടെ ആളുകൾ വരിക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് പാർട്ടി അല്ല, നമ്മുടെ ആളുകളെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക. അവർ പാർട്ടി ഏതായാലും അതൊരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് നമ്മൾ കണക്കാക്കേണ്ടതില്ല. എങ്ങനെയായാലും വോട്ട് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. വോട്ട് ചെയ്യുന്നതിന് നമ്മളെപ്പോഴും പിന്നെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ പോലും വോട്ട് ചെയ്യാൻ നമ്മൾ മടി കാണിക്കുന്ന ആളുകളാണ്. കാരണം പല കാരണങ്ങൾ കണ്ടെത്തി നമ്മൾ എന്തെങ്കിലും കഴിവുകൾ പറയുക എന്നുള്ളതാണ് നമ്മുടെ ഒരു സ്ഥിതി, നമ്മുടെ ഒരു സ്ഥിരമായിട്ടുള്ള ഒരു പരിപാടി. പക്ഷേ അത്
ഒന്നൊഴിവാക്കണം. ആ കാലങ്ങളൊക്കെ മാറി. ഇന്ത്യക്കാരെയൊക്കെ നോട്ടപ്പുള്ളികളായിട്ട് പിന്നെ കാണുന്നൊരു അവസ്ഥ വന്നിരിക്കുന്നു. ആ സാഹചര്യത്തിൽ ഈ രാജ്യത്തിൻ്റെ ഈ സിവിക് മൈൻഡഡ് ആയിട്ടുള്ള ആളുകൾ നമ്മൾ ഈ രാജ്യത്തിൻ്റെ ഭാഗധേയം നിർണ്ണയിക്കുന്നതിൽ നമ്മളും പങ്കാളികളാണെന്ന് തെളിയിക്കേണ്ട അവസരമാണ്. അപ്പോൾ അതിൽ വോട്ട് ചെയ്യുന്നതിൽ നിന്ന് ആരും പിന്നോക്കം പോകരുത്. കഴിയുന്നത്രയല്ല എല്ലാവരും തന്നെ വോട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കണം, പ്രത്യേകിച്ച് സുപ്രധാനമായിട്ടുള്ള മത്സരങ്ങളിൽ.